അവർ നമ്മളോട് പറഞ്ഞ് ഈ ടയറും കൂടെ ഞാൻ മാറി അങ്ങ് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വിശ്വസിക്കരുത്. ആ ഒരു ടയർ മാത്രം പെട്ടെന്ന് തേഞ്ഞു തീരാൻ കാര്യം എന്നാ, ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഓക്കെ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ടാണ് ഈ വാഹനം നോക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങൾ, അതായത് ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഓക്കെ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ടാണ് ഈ വാഹനം നോക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വേറെ ഒരു വ്യക്തിയും കൊണ്ടുപോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമല്ല, സ്വന്തമായിട്ട് പോയി ചെക്ക് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വാഹനം എടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഏതായാലും നോക്കിയാലോ. ആദ്യത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ തന്നെയാണ്. അതായത് ഈ കാണുന്ന ഒരു എൻജിൻ യൂണിറ്റാണ് നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു എൻജിൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കാര്യങ്ങളും, അതായത് ഈ വാഹനത്തിൻ്റെ ഒരു 50% കാര്യം ഇരിക്കുന്നത്, 50 പറയാൻ പറ്റില്ല, ഒരു 70% കാര്യം ഇരിക്കുന്നത് എൻജിനിലാണ്. അപ്പം എൻജിൻ കണ്ടീഷൻ എങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ്, അതിനു മുമ്പ് നമ്മൾ ഈ എൻജിൻ്റെ ലെവൽ നോക്കാൻ വേണ്ടിയുള്ള ഈ സ്റ്റിക്ക്, അതായത് ഓയിൽ ലെവലിൻ്റെ സ്റ്റിക്കൊക്കെ നമ്മൾ എടുത്ത് നോക്കും. ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ലൈറ്റിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പുതിയ ഓയിലാണ്, പഴക്കമൊന്നുമില്ല. അപ്പം ഇതല്ല നമ്മുടെ മെയിൻ കാര്യം. നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ ഈ ഒരു ക്യാപ്പ് ഊരിയെടുക്കുക, അതായത് ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ക്യാപ്പ് ഊരിയെടുക്കുക. ഈ ക്യാപ്പ് ഊരിയെടുത്തിട്ട് ഒരു കാര്യമില്ല, ഇതിനകത്തോട്ട് നോക്കിയാലാണ് കാര്യം. ഇവിടെ നമുക്ക് ടൈമിംഗ് ചെയിൻ കാണാൻ സാധിക്കും. ഈ ഒരു ടൈമിംഗ് ചെയിൻ കാണിക്കാനും കൂടെ വേണ്ടിയല്ല ഞാൻ നിങ്ങളോട് വിളിച്ചത്, അല്ലെങ്കിൽ കാണിച്ചത്. ടൈമിംഗ് ചെയിൻ നോക്കുമ്പോൾ അറിയാം അത് ക്ലിയർ ആണോ അല്ലേ എന്ന്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് വിരലൊന്ന് ഇട്ട് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. കറക്കുമ്പോൾ കയ്യിൽ സ്ലഡ്ജ് അല്ലെങ്കിൽ ചെളിയോ ഓയിൽ കട്ടിയായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കരിയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലൊക്കെ കൃത്യമായിട്ട് മാറാത്തൊരു വാഹനമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കരി ഒരല്പം ഉണ്ടെങ്കിലും വലിയ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്ലഡ്ജ്, ഓയിൽ കട്ടിയായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഓയിൽ കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ വാഹനം പിടിക്കരുത്. കാരണം ആ വാഹനം എടുത്തു കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് പണിത് നടക്കാനേ സമയം കാണത്തുള്ളൂ. കാരണം ഇതുപോലെ ഓയിൽ കട്ടിയാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓയിൽ മാറാത്തൊരു വാഹനമായിരിക്കും ആ വാഹനം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എടുക്കരുത്. ഇനി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എടുത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ, എന്നും പണിയാനേ നേരം കാണത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വാഹനത്തിൻ്റെ എൻജിൻ നോക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ അറിയാൻ സാധിക്കും ഒരു 4 സിലിണ്ടറാണോ 3 സിലിണ്ടറാണോ. 1 2 3 4 ഇതൊരു 4 സിലിണ്ടർ വാഹനമാണ്. ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അവരോട് ചോദിക്കുന്നത് എത്ര സിലിണ്ടർ വാഹനമാണ്. 3 സിലിണ്ടർ വാഹനമാണെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. 4 സിലിണ്ടർ വാഹനമാണെങ്കിൽ ഒട്ടും തന്നെ വൈബ്രേഷൻ അറിയില്ല. ഞാൻ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു, AC ഓൺ കണ്ടീഷനാണ്. ഇതിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാൻ സാധിക്കും. ചെറിയൊരു വൈബ്രേഷൻ, വളരെ ചെറിയൊരു വൈബ്രേഷൻ മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു 3 സിലിണ്ടർ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണം. എൻ്റെ സെലീറിയോ തന്നെയാണ്. സ്റ്റാർട്ടഡ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ AC ഓൺ ആയിട്ടുണ്ട്. AC ഓൺ ആയില്ല, യെസ്, ഇപ്പോൾ AC ഓൺ. അപ്പോൾ ഈ ഒരു സമയം എടുക്കും കേട്ടോ AC ഓൺ ആകാൻ വേണ്ട. ഒന്ന് ഓർത്തോണം, വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 3 സെക്കൻഡ് എടുത്ത് AC ഓൺ ആകത്തുള്ളൂ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ വൈബ്രേഷൻ ഇതൊരു നോർമൽ വൈബ്രേഷനാണ്. കാണുന്നവർ ഓർക്കും അയ്യോ ഇതെന്തുവാണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റല്ല. 3 സിലിണ്ടർ വാഹനത്തിൻ്റെ വൈബ്രേഷനും ഒരു 4 സിലിണ്ടർ വാഹനത്തിൻ്റെ വൈബ്രേഷൻ, ഇതിപ്പോൾ ഒരു 4 സിലിണ്ടർ വാഹനമാണ്. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, വലിയ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേ സ്ഥാനത്ത് ഒരു 3 സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വിറയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോർമലാണ്, കംപ്ലൈൻറ്റ് ഒന്നുമല്ല. ഓക്കെ, പക്ഷേ ഈ പറയുന്ന വൈബ്രേഷൻ നമുക്ക് ഒരു കാരണവശാലും വാഹനത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ അറിയാൻ സാധിക്കില്ല, അറിയാൻ പാടില്ല. ഇനി അറിയുന്നുണ്ടെങ്കിൽ, ഇനി ഇതുപോലൊരു വൈബ്രേഷൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ മൗണ്ടിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് എൻജിൻ താങ്ങി നിർത്തുന്ന 3 മൗണ്ടിങ് ആണ്. ആ 3 മൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഒരു മൗണ്ടിങ് പോവോ അല്ലെങ്കിൽ 2 മൗണ്ടിങ് പോവോ അല്ലെങ്കിൽ 3 മൗണ്ടിങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈബ്രേഷൻ അകത്ത് കയറും. ഇതൊക്കെ ഒരു കൺസേൺ ആണ്. കാരണം ഈ മൗണ്ടിങ് ഒടിഞ്ഞു പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കാശ് മുടക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സിലിണ്ടറിൻ്റെ എണ്ണം പറഞ്ഞ വൈബ്രേഷൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്നും സൗണ്ട് വല്ലതും വരുന്നുണ്ടോ. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു, ആക്സിലറേറ്റ് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയ സമയത്ത് എന്തെങ്കിലും സൗണ്ട് ഇല്ല, നോർമലാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം,
സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുക. ഏകദേശം ഒരു 2500 RPM വരെ കൊണ്ടുപോകുക. അതിന് മേളിലോട്ട് RPM കയറ്റരുത്. 2500 RPMത്തിലോട്ടൊന്ന് ആക്സിലറേറ്റ് ചെയ്യുക. വാഹനം റേസ് ആകുമ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്ന് ഇവിടെ നോക്കുക. അതായത് വാഹനത്തിൻ്റെ ഓണറോട് പറയാൻ കയറി ആക്സിലറേറ്റർ ചവിട്ടിക്കോ ഒന്ന് നോക്കാനാന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുക. ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് മണി അടിക്കുന്ന പോലത്തെ സൗണ്ടോ, കിലികിലില്ല എന്ന് പറഞ്ഞ് മണി അടിക്കുന്ന സൗണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉരച്ചിൽ സൗണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻജിൻ ഓക്കെ ആണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. പക്ഷെ തീർന്നിട്ടില്ല. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഓടിച്ച് നോക്കുക. അതും ഒരു 15 കിലോമീറ്റർ ഓടിച്ച് നോക്കണം. 15 കിലോമീറ്റർ അങ്ങോട്ടൊരു 7.5 ഓടിച്ചാൽ മതി, തിരിച്ചു ഒരു 7.5 ഓടിക്കുക മതി, പ്രശ്നം തീർന്നു. ഈ സമയത്ത് നിങ്ങൾ AC ഇട്ട് വാഹനം ഓടിക്കുക. AC ഇട്ട് ഓടിക്കുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം കുറച്ചുകൂടെ ഹീറ്റാവും, വാഹനത്തിന് കുറച്ചുകൂടെ ലോഡ് കൂടുതൽ വേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വാഹനത്തിന് എന്തെങ്കിലും ഓവർ ഹീറ്റോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ, ക്ലച്ചിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ജർക്കിങ്ങോ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ക്ലച്ചിന് കംപ്ലയിൻ്റ് ഉണ്ട്, ക്ലച്ച് ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന് പ്രശ്നമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സാധാരണ വാഹനം ഓടിക്കുന്നൊരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയണ്ടേ, നിങ്ങൾ വാഹനത്തിൻ്റെ ടയർ ശ്രദ്ധിക്കുക. അപ്പം കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും, ടയർ ഇതിനും വേണ്ടി എന്നാ ശ്രദ്ധിക്കാതിരിക്കുന്നത്, ടയർ ചിലപ്പോൾ ഇച്ചിരി പഴയതൊക്കെ ആയിരിക്കും, അത് സെക്കൻഡ് ഹാൻഡ് വാഹനമല്ല, എന്താ കുഴപ്പം? അല്ല, സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ ആണെന്ന് സമ്മതിച്ചു. 4 ടയറും ഒരേ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ളതാണോ നോക്കുക. ചിലപ്പോൾ ആയിരിക്കില്ല, പഴയ വാഹനമല്ല നിങ്ങൾ എടുക്കുന്നത്. ഒരു ടയർ ഈ വാഹനത്തിൻ്റെ, അടുത്ത ടയർ വേറെ വാഹനത്തിൻ്റെ തന്നെ വേറെ മാനുഫാക്ചറിൻ്റെ ആയിരിക്കും, ഈ ഒരു ടയർ വേറെ മാനുഫാക്ചർ. അങ്ങനെ 4 ടയർ 4 മാനുഫാക്ചർ ആയിരിക്കില്ല. പൊതുവേ നമ്മൾ വാഹനത്തിൻ്റെ ടയർ മാറുമ്പോൾ ഫ്രണ്ടിലത്തെ 2 ആയിരിക്കും, 2 മാറുന്നത്. പക്ഷേ ഒരെണ്ണം പുതിയതും ഒരെണ്ണം പഴയതും. അങ്ങനെ നിങ്ങൾ എടുക്കാൻ പോകുന്നൊരു വാഹനത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ചിലപ്പോൾ പണിയായിരിക്കും. കാരണം ഒരു സൈഡിലെ ടയർ മാത്രമായിട്ട് വെട്ടി തേയ്മാനമുണ്ടെങ്കിൽ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടയർ അവർ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം വെട്ടി തേയുന്നുണ്ട്. ഇപ്പം നമുക്ക് സങ്കല്പിക്കാം, നമ്മുടെ ലെഫ്റ്റ് സൈഡ്, അതായത് ഈ ഒരു സൈഡിലത്തെ ടയറിന് തേയ്മാനം ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഈ ടയർ നോക്കിയപ്പോൾ പുത്തൻ ടയറാണ് കിടക്കുന്നത്. അവർ നമ്മളോട് പറഞ്ഞ് ഈ ടയറും കൂടെ ഞാൻ മാറി അങ്ങ് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വിശ്വസിക്കരുത്. ആ ഒരു ടയർ മാത്രം പെട്ടെന്ന് തേഞ്ഞു തീരാൻ കാര്യം എന്നാ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു വാഹനത്തിന് ലെഫ്റ്റ് സൈഡ് കൂട്ടി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചിലപ്പം ഈ തകിടിനൊന്നും കുഴപ്പം വരത്തില്ല. ടയർ ചിലപ്പം നല്ലൊരു കുഴിക്കകത്ത് വീണിട്ട് ഒന്ന് ബെൻഡ് ആവുകയോ, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മുടെ ഈ കാണുന്ന ECMൻ്റെ തൊട്ട് താഴെ ആപ്രോൺ എന്ന് പറയുന്ന ഒരു പോർഷൻ, അതായത് നമ്മുടെ ഷോക്ക്, നമ്മുടെ സ്ട്രട്ട് ഇരിക്കുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗമാണ് ആപ്രോൺ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിൽ എന്തെങ്കിലും രീതിക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് അവിടെ ഒരു ഷെയ്ക്കോ ബെൻഡോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ ആ സൈഡിൽ, അതായത് ആ സൈഡാകട്ടെ അല്ലെങ്കിൽ ഈ സൈഡാകട്ടെ, ഏത് സൈഡാണോ ആ സൈഡിലെ ടയർ നിൽക്കില്ല. വാഹനം ഓടിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വാഹനം വലിക്കും. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഈ വാഹനം ഓടിച്ചു നോക്കുമ്പോൾ സൈഡ് പുള്ളിങ് വല്ലതും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോണം, എടുക്കണ്ട, പണി വരുന്ന വഴി അറിയത്തില്ല. പക്ഷേ സൈഡ് പുള്ളിങ് ഇതുകൊണ്ട് മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്. ടയർ മോശമാണെങ്കിൽ, ടയർ ഒരു സൈഡ് കൊണ്ട് വെട്ടി തേഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത്. വെട്ടി തേയുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. സൈഡ് വലിച്ചുകൊണ്ട് പോകും, 100% സൈഡ് വലിച്ചുകൊണ്ട് പോകും. അലൈൻമെൻറ്റ് ഔട്ടാണെങ്കിൽ, പക്ഷേ അലൈൻമെൻറ്റ് ഔട്ടാണെങ്കിലും ഒരു പരിധി കൂടുതലൊരു സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകത്തില്ല. അങ്ങനെ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ കാറ്റ് കുറവുണ്ടെങ്കിൽ, അലൈൻമെൻറ്റ് ഔട്ടാണെങ്കിൽ, ലോവർ ആം ബെൻഡ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ സ്റ്റഡ് ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഉൾപ്പെടെ വാഹനം സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ടയർ നോക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ടയർ നല്ല കണ്ടീഷൻ ആണെങ്കിൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. ടയർ മോശമാണെങ്കിൽ സസ്പെൻഷന് പ്രശ്നം വരും. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ പണിയണം, സ്റ്റിയറിംഗ് ബോക്സിന് പ്രശ്നമുണ്ടെങ്കിൽ അത് പണിയണം, ലോവർ ആമിന് പ്രശ്നമുണ്ടെങ്കിൽ പണിയണം, അങ്ങനെ പണിത് നടക്കേണ്ടി വരും. ഇനി പുറകിലത്തെ ടയറിനാണ് പ്രശ്നമെന്നുണ്ടെങ്കിലോ, പുറകിൽ മിക്ക വാഹനങ്ങളിലും ടോർഷൻ ബീമായിരിക്കും വരുന്നത്. അതായത് ഒരു ബീമായിരിക്കും വരുന്നത്, ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബീമായിരിക്കും. ഈ ബീമിന് ഏതെങ്കിലും രീതിക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അന്നേരം ടയറിന് കംപ്ലയിൻറ്റ് വരും. അതായത് റിയർ ഷോക്ക് പോവുകയോ, ഷോക്ക് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ നോക്കാം. മടിയിലോട്ട് കയറിയിട്ട് നമുക്ക് 2 ഷോക്കിന് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, വാഹനത്തിൽ കയറിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചാടിയിട്ട് സ്റ്റിഫായി നിൽക്കുകയാണെങ്കിൽ ഷോക്കിന് പ്രശ്നമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സസ്പെൻഷൻ സൈഡ് കൊണ്ട് നോക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാഹനം നിങ്ങൾ എടുത്തതിന് ശേഷം ടയർ മാറി കളിക്കാനുള്ളൊരു സമയം കാണത്തുള്ളൂ. അതും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ബെയറിങ്സും ടയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ടയറിൻ്റെ സെഗ്മെൻറ്റിൽ അറിയാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് മെയിൻ കാര്യം. കാരണം നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ
വാഹനത്തിൻ്റെ പേസ്റ്റിങ്ങുകൾ. അതായത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളൊരു വാഹനം എടുക്കാൻ പോകുമ്പോൾ ഒരാൾ ഇത് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവരിങ്ങനെ ബോഡിയൊക്കെ തുറന്ന് നോക്കിയിട്ട് ചിലർ ചെയ്യുന്നൊരു പണിയുണ്ട്, ഞാൻ ചെയ്യുന്നൊരു പണിയുണ്ട്, കൈ ഇങ്ങനെ ഓടിച്ച് നോക്കും. അപ്പോൾ ഈ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർ ഓർക്കും ഇവരെന്നെ കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേസ്റ്റിംഗ് ആണ്. അതായത് കമ്പനി കൊടുക്കുന്ന പേസ്റ്റിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബോണറ്റ് മാറിക്കഴിഞ്ഞാൽ ഇതിന് പേസ്റ്റിംഗ് വരത്തില്ല. ആ പേസ്റ്റിംഗ് രണ്ടാമത് ചെയ്യും. ആ രണ്ടാമത് ചെയ്യുന്നതിന് കമ്പനി കൊടുക്കുന്ന രീതിക്കുള്ള പെർഫെക്ഷൻ കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ആപ്രോണിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് കണ്ടോ, ഇതൊക്കെ പേസ്റ്റിംഗ് ആണ്. ഇത് ഏതെങ്കിലും രീതിക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എല്ലാ പോർഷനുകളും നമ്മൾ നോക്കുമ്പോൾ ജോയിൻറ്റ് വരുന്ന പോർഷനിലൊക്കെ നല്ല രീതിക്ക് ഇതുപോലെ പേസ്റ്റിംഗ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ പേസ്റ്റിംഗ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. അതെല്ലാം പോർഷനിലും, അതായത് നമ്മുടെ താഴത്തെ പോർഷൻ, സൈഡ്, ഡോറെല്ലാം തുറന്ന് നോക്കി, ഡോർസിൻ്റെ എല്ലാം പോർഷൻ ഇത് കണ്ടോ, ഇവിടെയൊക്കെ വന്ന് കറക്റ്റ് കമ്പനി പേസ്റ്റിംഗ് ഇതുപോലെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഇത് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്, എന്നാലും നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാകും അവരെന്തെങ്കിലും അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് പേസ്റ്റിങ്ങിൻ്റെ കാര്യം എല്ലാം നോക്കുക. നമ്മുടെ ബാക്ക് ഉൾപ്പെടെ എല്ലാ സംഗതിയുടെ പേസ്റ്റിങ് കറക്റ്റാണോ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പേസ്റ്റിങ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഡോറ് മാറി അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റിങ് നോക്കണ്ട, അത് പോയിരിക്കും. അതും കൂടെ ശ്രദ്ധിച്ചോണം. ഇനി ഈ പറഞ്ഞ പേസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ, എൻജിൻ സൈഡ് ഓക്കെ, ടയർ, സസ്പെൻഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ വാഹനം എടുക്കാം, ഒന്നും ചിന്തിക്കണ്ട. ഇനി ഇതിലേതെങ്കിലുമൊക്കെ ഓക്കെ അല്ല, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനെ കഴിഞ്ഞ് ഒത്തിരി വില കുറച്ച് നിങ്ങൾക്ക് ആ വാഹനം കിട്ടിയെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എൻജിൻ മാത്രം ഒന്ന് പക്കയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഒരു 60 അല്ലെങ്കിൽ 70% വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ എൻജിൻ സൈഡിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഒരു 70% ഓക്കെ ആയിരിക്കും. പിന്നെ 30% കാര്യം, വാഹനത്തിൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പീസിട്ട് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ സാധിക്കും, കുഴപ്പമില്ല. പക്ഷേ എൻജിൻ അതുപോലെയല്ല. എൻജിൻ വൺസ് ഒരു പണി കിട്ടിയാൽ നിങ്ങൾക്ക് എന്നും അതൊരു ബാധ്യതയായി കൊണ്ട് നടക്കേണ്ടി വരും. കാരണം ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ സർവീസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ വാഹനം ഓക്കെ ആയിരിക്കും. പലരും പറയുന്ന പോലെ 1500 കിലോമീറ്റർ ഒരു വർഷം കൊണ്ട് ഓടിയുള്ളൂ. ഞാൻ എന്തിനാണ് ഓയിൽ മാറുന്നത്? ഈ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പേ ഓയിൽ മാറേണ്ടി വരുന്നത് എന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഒരു വർഷം വരെ ആ ഓയിൽ തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിനകത്ത് ഇരുന്ന് യൂസ് ചെയ്യാതെ അവിടെ മോശമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അത് മോശമാകത്തില്ല. യൂസ് ചെയ്യാതെ വരുമ്പോൾ കളറിന് വ്യത്യാസമൊന്നും വരില്ല, പക്ഷേ പണി വരുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓയിലൊക്കെ മാറി സർവീസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നൊരു വാഹനമാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുമ്പോഴാണെങ്കിലും അതിനൊരു മാർക്കറ്റ് വാല്യൂ കൂടുതലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. വേറൊന്നും കൊണ്ടല്ല, ഞാൻ അതുപോലെ നീറ്റായിട്ട് കൊണ്ടു നടന്ന വാഹനമാണെന്ന് പറയാൻ സാധിക്കും. ആവശ്യക്കാർ ഉറപ്പായും എടുക്കും. ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടി ഇടുക.